സംസ്ഥാനത്തെ 2 നഗരസഭകളിൽ ക്വാറം തികയാത്തത് മൂലം അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളത്തേക്ക് മാറ്റി. എറണാകുളം ജില്ലയിലെ കളമശ്ശേരി നഗരസഭയിൽ കോൺഗ്രസിലെ 12 അംഗങ്ങളും വിട്ടുനിന്നതോടെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാതെ വന്നത്. നഗരസഭാധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസ് അംഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന തർക്കമാണ് ഇവിടെ പ്രതിസന്ധിക്ക് കാരണം. UDF അംഗങ്ങൾ വിട്ടുനിന്നതാണ് വയനാട്ടിലെ കൽപ്പറ്റയിലും പ്രതിസന്ധി സൃഷ്ടിച്ചത്. KPCCയുടെ നിർദ്ദേശപ്രകാരം കളമശ്ശേരി നഗരസഭാധ്യക്ഷ സ്ഥാനത്തേക്ക് റുഖിയ ജമാലിന് പകരക്കാരിയെ നിർദ്ദേശിക്കുവാനാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം രാവിലെ ചേർന്നത്. എന്നാൽ റുഖിയ ജമാലിനെ പിന്തുണയ്ക്കുന്ന 13 കൗൺസിലർമാർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. DCC പ്രസിഡന്റ് VJ പൗലോസ് ജെസി പീറ്ററിനെ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് വിപ്പ് നൽകിയെങ്കിലും ഇത് അംഗീകരിക്കാൻ റുഖിയ ജമാൽ അടക്കമുള്ള കൗൺസിലർമാർ തയ്യാറായില്ല. UDF വിട്ടുനിന്നതോടെ കോറം തികയാതെ കൗൺസിൽ പിരിയുകയായിരുന്നു. UDFന്റെ നിലപാടിനെതിരെ LDF കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. 100 കോടിയുടെ ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു നഗരസഭയാണ്. ഈ നഗരസഭക്കകത്ത് ഭൂരിപക്ഷം ലഭിച്ചിട്ട് പോലും ഒരു ചെയർപേഴ്സണെ നിശ്ചയിക്കാൻ കഴിയാത്ത ദുർഗതിയിലാണ് കോൺഗ്രസ് എത്തിയിട്ടുള്ളത്, ഐക്യജനാധിപത്യ മുന്നണി എത്തിയിട്ടുള്ളത്. റുഖിയ ജമാലിനെ അല്ലാതെ മറ്റാരെയും ചെയർപേഴ്സൺ സ്ഥാനത്ത് അംഗീകരിക്കില്ലെന്ന് ഭൂരിപക്ഷം കോൺഗ്രസ് കൗൺസിലർമാരും നിലപാടെടുത്തു. ഞങ്ങൾ ഔദ്യോഗികമായി രാജിക്കത്ത് സമർപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായും പിന്നെ ഞങ്ങൾക്ക് വിപ്പിൻ്റെ ഇല്ല, ഞങ്ങൾ പാർട്ടി തീരുമാനം ലംഘിക്കുന്നില്ല. വയനാട്ടിലെ കൽപ്പറ്റ നഗരസഭയിലും സമാനമായ സംഭവങ്ങളാണ് ഉണ്ടായത്. കോൺഗ്രസിൽ തർക്കം തുടരുന്നതാണ് ഇവിടെയും പ്രശ്നം സൃഷ്ടിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പോലും സമവായത്തിലെത്താൻ സാധിക്കാത്തത് മൂലം UDF കൽപ്പറ്റയിലും നഗരസഭാ നടപടികളിൽ നിന്നും വിട്ടുനിന്നു. റിപ്പോർട്ടർ, വയനാട്, കൊച്ചി.